അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴേ വെറുതെ ഒരു കൊതി പാച്ചോറ് വെച്ചാലാ. പച്ചരി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. കുഴമ്പ് പോലെ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ. അയ്യോ, അതിൻ്റെ അകത്ത് ഇട്ടിളക്കാൻ കൊണ്ടൊന്നല്ല. ഒരു മുറി തേങ്ങയുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. പല സ്ഥലത്തും പല ടൈപ്പിലാണ് പാച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ചിലർ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചുണ്ടാക്കും, ഈ വിഷുക്കഞ്ഞി ഉണ്ടാക്കൂലേ, അതുപോലെ. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ശർക്കര ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ശർക്കര മുകളിൽ ഒഴിച്ച് കഴിക്കും. തേങ്ങ അങ്ങനെ തന്നെ ഇടും. പിന്നെ ഇതാ കുറച്ച് ജീരകം ഇടും. ഇനി ഇതിലോട്ട് ഏലക്ക പൊടിച്ചിടണം. കുറച്ച് ഏലക്ക പൊടിച്ച് തൊലി കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തീ കത്തിക്കാം. ശർക്കര പാനി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള ഉരുക്കി വെച്ചേക്കുന്നതാണേ. ഒരുണ്ട ശർക്കര ഉരുക്കിയത്. അടിപൊളിയാ. ശർക്കര അതുമായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. വാവ്, പണ്ടിങ്ങനെ നേർച്ചയ്ക്ക് നമ്മള് മാതാവിന്റെ 8 നോമ്പ് തിരുനാളിന്റെ നേർച്ചയ്ക്ക് നമുക്ക് വട്ടയിലയിൽ അല്ലെങ്കിൽ വാഴയിലയിൽ ഇങ്ങനെ വെച്ച് തരുമായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. അന്നത്തെ ടേസ്റ്റ് ഒന്നും ഇപ്പൊ വരത്തില്ല കേട്ടോ. അന്നൊക്കെ ഭയങ്കര ഇഷ്ടമായി സാധനം. ഒരു ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കാറില്ല നമ്മൾ. പായസമല്ലേ, പരിപ്പ് പായസമല്ലേ ഉണ്ടാക്കാറുള്ളൂ. വാവ്, എന്തേ പാത്രം. നമ്മുടെ പാച്ചോറ് നിർത്തട്ടെ. പാച്ചോറ് റെഡി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പൂതി കയറും, അപ്പം ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. മധുരം നോക്കട്ടെ. പാകമധുരം കേട്ടോ. കളറ് കുറവല്ലേ, കറുത്തിട്ടില്ല. പക്ഷെ പാകമധുര. ഓവറായി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല. അടിപൊളി.